അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമല്ല എല്ലാവർക്കും? പിന്നെ ഞാനിന്ന് രാവിലെ മാർക്കറ്റിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ നല്ലൊരു വൈബ്. കാരണം കട ഒന്നും തുറന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രസമുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ വന്നപ്പോഴേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാ നിങ്ങളത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പഴം, പച്ചപ്പഴം ഒക്കെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. രാവിലെ ആയതുകൊണ്ട് വലിയൊരു തിരക്കും ബഹളമൊന്നുമില്ല, എന്നാലും മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി മാർക്കറ്റ്. യൂണിയൻകാരെ കൊണ്ട് തല്ലാണ്. ഇത്ര പോലെ യൂണിയൻകാരാണ് പണിക്ക്. അവരെ പോലൊക്കെ ആയാൽ മതി. 10 മണിയാകുമ്പോഴേക്കും ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പെരയിലെത്തും എല്ലാവരും. അതാണ് നമ്മളെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തുറക്കാത്തതും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇൻഷാല്ലാഹ് തുറക്കും. മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ മാർക്കറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ജനങ്ങളില്ലാത്തതുകൊണ്ട് വലിയൊരു രസം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളെ കാണിച്ചത് എന്താ ഏതാന്നുള്ളത്. ഇതിപ്പോൾ കംപ്ലീറ്റ് കൂടുതൽ കടകളൊന്നും തുറന്നിട്ടില്ല. ഒക്കെ നമ്മളെ പണിക്കാരാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാത്തിനെയും കാണിച്ചു തരാം ഞാൻ. ഇവിടെ നിന്ന് അങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഫോറി മാർക്കറ്റ് എന്ന് പറയും. തിരൂർ ഫോറി മാർക്കറ്റ്. തിരൂർ ഫോറി മാർക്കറ്റാണ് ഈ കാണുന്നത്. ഈ അല്ല, കുറച്ച് റോഡിൻ്റെ അപ്പുറത്തേക്ക് കേട്ടോ. അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിലാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാനിപ്പോൾ നോക്കട്ടെ. എനിക്കിപ്പോൾ നേരെ ഇല്ല, പെണ്ണുങ്ങൾ തിരക്കൂട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തേക്ക് നോക്കാം കേട്ടോ. മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കണ്ടില്ലേ, കടകളൊന്നും തുറക്കഞ്ഞിട്ടൊരു മജല്ല അല്ലേ. ആൾക്കാർ നേരം വെളുത്ത പാടനായതുകൊണ്ട് ആൾക്കാരും കുറവാണ്. അവർ രണ്ടാൾ നിൽക്കുന്ന ഇതാ ആ പയ്യനിതാ, അവർ രണ്ടാളും ചേർന്ന് രണ്ടാളും വീഡിയോ ചേർക്കണം എന്ന് പറഞ്ഞത്. പുള്ളിൻ്റെ ഭാഗ്യപരീക്ഷണമാണ്. അവനെന്താണ് തേങ്ങയും ഇതൊക്കെയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് മുളകാണല്ലേ, മുളക് മാർക്കറ്റ്, ചുവന്ന മുളക്. മക്കളെ മാർക്കറ്റ് ഇതൊന്നും അല്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ഉണ്ട്. എനിക്കിപ്പോൾ പോകാൻ സമയമില്ല, പെണ്ണുങ്ങൾ തിരക്കൂട്ടുന്നുണ്ട്. എന്തായാലും വേണ്ട, കിട്ടണത് ഞാൻ നിങ്ങൾക്ക് എടുത്തുതരും കേട്ടാ. നല്ല രസമാണ്, നല്ല വൈബാണ് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക മീനും ചിക്കന്, അങ്ങനെ ഇറച്ചിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. നമ്മളെ ബീഫായാലും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കണ്ട കോഴികളൊക്കെ ഇതിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. എല്ലാം നല്ല നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടും ഇവിടെ. പഴങ്ങൾ കിട്ടുന്നുണ്ട്. പഴം പഴുത്തതുണ്ട്, പച്ചുണ്ട്. ഏതാ വേണ്ടിച്ച് ഇറക്കി കൊണ്ടുപോകാം. കുറേ കണ്ടില്ല നിരക്കിൽ ആ അറ്റം മുതൽ ഇവിടം വരെ. അതാ ഇവിടം വരെ അല്ല, ഇങ്ങനെ മാർക്കറ്റിൽ
ചിക്കൻ മാർക്കറ്റാണ് ഇതൊക്കെ. നേരെ കാണുന്നത് ആ ഒരു നീല പിന്നെ മേൽഭാഗം കാണുന്നത് അത് ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. കുറച്ചുകൂടെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ മൊത്തം കടകളാണ് കേട്ടോ വരിക. ഒക്കെ വെജിറ്റബിൾ മാർക്കറ്റും എല്ലാ കടകളും ഈ ഒരു സൈഡിലൊക്കെ അവർ സെറ്റാക്കും. നല്ല രസമാണ് അപ്പോൾ കാണാൻ. വണ്ടികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ കുറവാണ്. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ചും വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ. ബഡ്ജറ്റ് മാർക്കറ്റ് കേട്ടോ നമ്മളിവിടുത്തെ ചിക്കൻ കടയാണ്. ഇവിടെ വില കുറഞ്ഞ് കിട്ടും. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടി ഒരു 10-20-30 റുപ്യ ഇപ്പം ചിലപ്പോൾ കുറഞ്ഞ് കിട്ടാറുണ്ട്. അതാണ് ചിക്കൻ കടയാണ് നമ്മുടെ കേട്ടോ. നമ്മളൊരു പുള്ളിക്കാരെ ഒന്ന് ബേജാറാക്കി. ഞാൻ വിചാരിച്ചു തല്ലും വിചാരിച്ചു. തല്ലിയതല്ല, മൂപ്പർക്ക് നിന്ന് തരാനുള്ളൊരു ഹാരം പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. നമ്മളെ നാടിനെ നാടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. തുഞ്ചൻപറമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് എൻ്റെ നാട്ടിലാണ്. തുഞ്ചൻപറമ്പ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാടാണ് നമ്മളത് കേട്ടോ. പുള്ളി ആയ കാലത്തൊക്കെ പുള്ളി ഇവിടെ ആയിരുന്നു എന്നാണ് പിന്നെ പറഞ്ഞ് കേൾവി. എന്താണ് എങ്ങനെയെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഓക്കെ, ഇതാണ് തുഞ്ചൻപറമ്പ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ.